അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വിസ്ഡം IT വിങ് അവതരിപ്പിക്കുന്ന ടെക്നിക്കൽ ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ഹാസിൽ അഹമ്മദ്, കൂടെയുള്ളത് കോട്ടക്കൽ സ്വദേശിയായ യാസീൻ എടനിക്കോട്. ഇന്ന് നമ്മുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം കണ്ട് നിങ്ങൾ ഏകദേശം നമ്മുടെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതോടുകൂടി കുട്ടികളുടെ പഠനമാവട്ടെ, നമ്മുടെ ഷോപ്പിംഗ് രീതികളാവട്ടെ, ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതോടുകൂടി ഇന്ന് നമുക്ക് മൊബൈൽ ഫോണും ടാബും, കുട്ടികൾക്ക് കൂടി ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ടാബ് അധികം വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു അധിക ഉത്തരവാദിത്വം കൂടി നമുക്ക് വന്നിട്ടുണ്ട്. വാങ്ങിക്കൊടുക്കാതിരിക്കാനോ പറ്റില്ല, എന്നാലോ ഇത് നിർബന്ധമാകുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ വാങ്ങിക്കൊടുത്താലും ഇത് നമ്മുടെ കൈപ്പിടിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ എങ്ങനെ ഇത് വരുത്താം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. യാസീൻ, എന്താണ് നമുക്ക് ഇതിന് ഏറ്റവും ലളിതമായൊരു പ്രതിവിധി? കാരണം മൊബൈൽ ഫോൺ ഒരു തരത്തിൽ പറഞ്ഞാൽ കുട്ടികൾ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ പോലും ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയാണ് ഓരോ രക്ഷിതാക്കളും ഇത് വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും ലളിതമായ ഒരു പ്രതിവിധി എന്താണ്? ഇതിനു വേണ്ടി നമുക്ക് ഒരുപാട് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പാരൻസ്, അതുപോലെ തന്നെ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചിൽഡ്രൻസ് എന്ന രണ്ട് ആപ്പുകളാണ്. ഈ രണ്ട് ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് ഫോണുകൾ, അതായത് പാരൻറ്റിൻ്റെ ഫോണ് അതേപോലെ കുട്ടിയുടെ ഫോണും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, യാസീൻ പറഞ്ഞു ഗൂഗിളിൻ്റെ തന്നെ രണ്ട് ആപ്പുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഗൂഗിളിൻ്റെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനും, ഒരുവിധം എല്ലാവരും ആൻഡ്രോയിഡ് ഫോണുകളായിരിക്കും സാധാരണക്കാർ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗൂഗിളിൻ്റെതായതുകൊണ്ട് വളരെ ഈസി ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക്, എനിക്ക് തോന്നുന്നു യാസീൻ്റെ ഒരു ഫോണും എൻ്റെ ഒരു ഫോണും വെച്ച് നമുക്കിതൊരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് തന്നെ നമുക്കിത് കാണിക്കാൻ തോന്നും. എന്ത് പറയുന്നു? അങ്ങനെയാണെങ്കിൽ യാസീൻ്റെ ഫോണ് പാരൻറ്റ് കൺട്രോളും എൻ്റെത് ചൈൽഡുമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കാണിക്കാൻ തോന്നും. നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ നമ്മൾ ഗൂഗിൾ ഫാമിലി എന്ന് ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പാരൻസ്, അതുപോലെ തന്നെ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചൈൽഡ്. അപ്പോൾ ഒരു ഫോണിൽ നമുക്ക് പാരൻറ്റും മറ്റൊരു ഫോണിൽ ഞാൻ ചൈൽഡും ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിൽ നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യണം പാരൻറ്റ് ഫോണിൽ. അപ്പോൾ ഇതിൽ ചോദിക്കുന്നുണ്ട് നമ്മളോട് പാരൻ്റ് ആണോ ചൈൽഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഫോണിൽ പാരൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ദിസ് ഡിവൈസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ചൈൽഡിന് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ മറ്റു ഫോണിൽ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ് എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വീണ്ടും അതിനുശേഷം നമുക്കൊരു കോഡ് കാണിച്ചു തരും. ആ കോഡ് നമ്മൾ ആ ഫോണിൽ കോഡ് നോക്കണ്ട. CGU P ഓക്കെ, ഓക്കെ, മെയിലിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഫോണിൽ ചെയ്യണം. ഓക്കെ, ഓക്കെ, ഇത് ഇനി നമുക്ക് കുട്ടിക്ക് കൊടുക്കുന്ന ഫോണിൽ എന്ത് ചെയ്യാം, അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, ജോയിൻ, നെക്സ്റ്റ്, ഹലോ,
ഇതിൽ ഏതൊക്കെ ആപ്പിൻ്റെ പെർമിഷനാണ് വേണ്ടത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ വേണ്ടത് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മൊത്തമാണെങ്കിൽ മൊത്തം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഫിനിഷിങ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇത് തമ്മിൽ പെയറായിട്ടുണ്ട്. ഓക്കെ. യാസീൻ, ഇപ്പം വളരെ എളുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ആപ്പുകൾ 2 ഫോണിലും, അതായത് രക്ഷിതാവിൻ്റെ ഫോണിലും കുട്ടിയുടെ ഫോണിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണെന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഇത് പേരൻറ്റിൻ്റെ ഫോൺ എടുത്തിട്ട് നമുക്ക് ഫാമിലി ലിങ്ക് എന്ന ആപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, തുറക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം കണക്റ്റ് ചെയ്ത ഫോൺ ഇവിടെ കാണാം. അതേ ഇമെയിൽ ഐ ഡി മറ്റു സിസ്റ്റങ്ങളിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് ആ ഡിവൈസ് നമുക്ക് തുറക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ തുറന്നപ്പോൾ ഡിവൈസ് തുറന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പ്ലേ സൗണ്ട് എന്നൊരു ഓപ്ഷനാണ്. അതായത് നമുക്ക് ചെക്ക് ചെയ്യാം ഇത് തമ്മിൽ പെയറായിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ ഓക്കെ, ജസ്റ്റ് പ്ലേ സൗണ്ട്, അവിടെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ ഒരു സൗണ്ട്. നമുക്ക് ഈ ഫീച്ചർ നമുക്ക് ആവശ്യം വരുന്നത് കുട്ടികൾ ഫോൺ ഒളിപ്പിച്ച് വെക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫോൺ എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ ഈ ഒരു ഫീച്ചർ കൊണ്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. ജസ്റ്റ് പ്ലേ സൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിൽ നിന്നും ശബ്ദം വരും. ഓക്കെ, ഇനി ഇതൊന്ന് ബാക്കടിച്ചാൽ നമുക്ക് കാണാം വ്യൂ ആൾ ആപ്സ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത മൊത്തം ആപ്പുകളെ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇതിൽ നമുക്ക് അതിലെ ഒരു ആപ്പ് ഡിസേബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പ് സെലക്ട് ചെയ്യാം. അതിൽ ഫേസ്ബുക്ക് നോക്കാം. ഫേസ്ബുക്ക് തുറന്നു. ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കാണാം അതിലെ ആ ഫേസ്ബുക്കിൻ്റെ ആപ്പ് കാണാതായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുട്ടികൾ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിൽ പോയിട്ട് ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ നമ്മൾ ആപ്പുകൾ കണ്ടല്ലോ, അതിൽ ഫേസ്ബുക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു ഐക്കൺ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ എത്ര സമയം കുട്ടികൾ ഇത് ഉപയോഗിക്കണം എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്ര സമയം മാത്രം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, യാസിൻ പറഞ്ഞു നമുക്ക് കുട്ടിയുടെ ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഷെഡ്യൂള് അല്ലെങ്കിൽ എത്ര സമയം ഉപയോഗിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു ഓൾറെഡി. നമുക്ക് ആ ആപ്പ് തന്നെ, ചില ആപ്പുകൾ നമ്മൾ ഒരിക്കലും കുട്ടി ഉപയോഗിക്കേണ്ട എന്ന് വിചാരിക്കുന്ന ആപ്പുകളുണ്ടല്ലോ, അത് നമുക്ക് കണ്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ എന്തായാലും, അല്ലേ? അതൊന്ന് കാണിച്ചൂടെ? തീർച്ചയായും, നേരത്തെ കാണിച്ചല്ലോ. അതിൽ നമുക്ക് ഹൈഡ് ചെയ്യാം ആപ്പുകൾ. അതുകൂടാതെ തന്നെ നമുക്ക് ഇവർ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഹിസ്റ്ററി കാണാൻ കഴിയും. ഈ ആപ്പിൽ തന്നെ നമുക്ക് കാണാം. ഇതിൽ ആക്ടിവിറ്റി, ഓരോ ദിവസവും ആക്ടിവിറ്റി എന്നുള്ള ടാബ് സെലക്ട് ചെയ്താൽ നമുക്ക് അവർ ഓരോ ആപ്പുകളും എത്ര സമയം ഉപയോഗിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അത് ഇന്നെന്താ ഉപയോഗിച്ച്, ഇന്നെത്ര സമയം ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു, അതുപോലെ തന്നെ ഇന്നലെ, അതേപോലെ നമുക്ക് ഓരോ ടാബുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു മാസം അവർ ഉപയോഗിച്ച ആപ്പുകൾ, അതിനെടുത്ത സമയം എല്ലാം നമുക്ക് പാരൻ്റ് ആപ്പ് ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയും. ഓക്കെ 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 ഇനി നമ്മളെല്ലാവരും അറിയുന്നത് പോലെ തന്നെയുള്ളൊരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യമാണ് ഇനി ചോദിക്കാനുള്ളത്. അതായത് ഇന്ന് നമ്മളെക്കാളും സ്മാർട്ടാണ്, അല്ലെങ്കിൽ ടെക്നിക്കലി വളരെ അവെയറാണ് നമ്മുടെ മക്കൾ. ഇപ്പം 5 വയസ്സുള്ള കുട്ടിയാവട്ടെ, ആരായാലും നമ്മളെക്കാൾ വളരെ ഈസി ആയിട്ട് അവർ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഒക്കെ കയറി അവർക്ക് വേണ്ട വീഡിയോസൊക്കെ തിരഞ്ഞെടുത്ത് കാണുന്ന സമയമാണ്. അതുപോലെ തന്നെ ഗൂഗിളിൽ കയറി അവർക്ക് തന്നെ ഈ ആപ്പ്
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻ്റെ രക്ഷിതാവ് എന്നെ അല്ലെങ്കിൽ പാരൻ്റ് എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വളരെ ഈസി ആയിട്ട് ഇത് കയറിയിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് അവനെ ഈ ഒരു ചങ്ങലപ്പൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൂടെ എന്ന് ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഞാൻ. ഓക്കെ, ഇല്ല, അതിനുള്ള കൺട്രോളും ഇതിലുണ്ട്. അതായത് കുട്ടിയുടെ ഫോണിൽ നിന്ന് ചൈൽഡ് ആപ്പ് ഒരിക്കലും അവർക്ക് സ്വന്തമായി അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. അതിന് പാരൻ്റ് ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ പാരൻറ്റിന് പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല അവരുടെ ഫോണിലേക്ക് ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പാരൻറ്റിൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അത് ശരി. ഏതെങ്കിലും പുതിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പോലും സമ്മതം വേണമെന്നർത്ഥം. ഓക്കെ, അൽഹംദുലില്ലാ, എനിക്ക് തോന്നുന്നു വളരെ ഉപകാരപ്രദം അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന ഒരു ആപ്പ് തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സ്ഥിതിക്ക് ഇനി ഇതിൽ കൂടുതൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വല്ല ഫീച്ചേഴ്സ് കുട്ടികളുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നും കൂടി ഒന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞാൽ നന്നായി. ഇതിലുള്ള മറ്റൊരു ഫീച്ചറാണ് പാരൻറ്റിൻ്റെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടിയുടെ ആപ്പ് മാത്രമല്ല, നമുക്ക് ഇതിൽ 2-3 കുട്ടികളുണ്ടെങ്കിൽ അവരെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരു കുട്ടീനെ സെലക്ട് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലൊക്കേഷൻ, അതുപോലെ ടുഡേയ്സ് ആക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ ലൊക്കേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി, അതായത് ആ ഫോൺ നമ്മൾ ആ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ അവന് ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, GPS ത്രൂ കാണാൻ കഴിയുന്നുള്ളതാണ്. ശരി, ഓക്കെ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഈ സെഷൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ സെഷൻ തന്നെ ആയിരുന്നു ഇതെന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫീഡ്ബാക്കുകൾ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്ക് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ നമ്മളോട് അറിയിക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലുള്ള ടെക്നിക്കൽ ടിപ്സുമായിട്ട് വരാൻ ഞങ്ങൾക്കതൊരു പ്രചോദനമാവും. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ വിട പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.